ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് വിഷു സ്പെഷ്യൽ എപ്പിസോഡാണ് കാണുന്നത്. വിഷുവിന് ഉടുക്കാൻ പറ്റിയ കേരള സാരീസ് ആണ്, നമ്മളെ ഹാൻഡ് പ്രിന്റഡ് സാരീസ് ആണ് എല്ലാം കാണുന്നത്. നമ്മളിന്ന് കാണുന്നത് കുറച്ച് ഹാൻഡ് പ്രിന്റഡ് സാരീസ് ആണ്, എല്ലാം തന്നെ വിത്ത് ബ്ലൗസ് പീസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാം ഒരു സാരി വെച്ച് ബാക്കി എല്ലാം കോട്ടൺ സാരീസുമാണ്. നല്ല പെയിൻറ്റിങ് ആയിട്ടുള്ള ഹാൻഡ് പെയിൻറ്റഡ്, നല്ല ഷെയ്ഡിങ്ങും മ്യൂറൽ പെയിൻറ്റിങ്ങും എല്ലാം ഉള്ള സാരീസാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. നിങ്ങൾ ഇന്ന് ഞാൻ കാണിക്കുന്ന സാരി ഹാൻഡ് പെയിൻ്റ് ആണെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സെയിം ഡിസൈൻസ് തന്നെ ഹാൻഡ് പെയിൻറ്റ് അല്ലാണ്ട് മെഷീൻ പ്രിൻ്റ് ആയിട്ടുള്ള, ഡിജിറ്റൽ പ്രിൻ്റ് അല്ലെങ്കിൽ മെഷീൻ പ്രിൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റഡ് സാരീസും അവൈലബിൾ ആണ്. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത് അതിൻ്റെ റേറ്റ്സ്. എന്നുവെച്ചാൽ ഹാൻഡ് പെയിൻറ്റിങ്ങിനുള്ള എഫേർട്ട് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൈകൊണ്ട് ചെയ്യണതും മെഷീനിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്ന സാരീസിൻ്റെയും റേറ്റിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഹാൻഡ് പെയിൻറ്റിൻ്റെ റേറ്റ് വെച്ച് തന്നെ വേണം ഈ സാരീൻ്റെയും റേറ്റ് നോക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സൈറ്റിൽ കയറി ഹാൻഡ് പെയിൻറ്റിങ് മാത്രമായിട്ടുള്ള സാരീസിൻ്റെയൊക്കെ റേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒത്തിരി വില വ്യത്യാസമുണ്ട് ഹാൻഡ് പെയിൻറ്റിങ്ങും പ്രിൻറ്റും ആയിട്ടുള്ള പ്രിൻറ്റഡ് സാരീസുമായിട്ട്. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന സാരീസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ഡിസ്കൗണ്ട് സെയിൽ അടുത്ത ആഴ്ചയും ഫുള്ളും ഉണ്ട്. മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും തന്നെ 10:30 വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം മറക്കാതെ എല്ലാവരും കാണുക. അപ്പോൾ ഇന്നത്തെ സാരീസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് കേരള സാരിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നല്ല കസവ് ബോർഡറുള്ള വിത്ത് സ്ട്രൈപ്സ് ആയിട്ടുള്ള സാരിയുടെ അകത്ത് മുന്താണിയിൽ ഫുള്ളായിട്ട് 2 പീകോക്സിൻ്റെ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മ്യൂറൽ പെയിൻറ്റിംഗ് ഹാൻഡ് മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്, വെറുതെ ഡിജിറ്റൽ അല്ലെങ്കിൽ മെഷീനിൽ വരുന്ന പ്രിൻ്റ് ആയിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിംഗ് അല്ല. പ്രിൻസ് ആയിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിങ് കുറേ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും ഇതുമായിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്, കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇത് ബൈ ഹാൻഡ് നമ്മൾ ചെയ്യുന്ന, ഫ്രീ ഹാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സമയം ഒത്തിരി എടുത്ത്, ഒത്തിരി എഫേർട്ട് എടുത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് അറിയാം, ഷെയ്ഡിങ്ങിൻ്റെ ഇതിലും എല്ലാത്തിലും. അപ്പം ഇങ്ങനെ ഒരു 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീകോക്ക് ഡിസൈനാണ് നമ്മുടെ മുന്താണിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഇതാണ് മുന്താണിയുടെ മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ സാരിയുടെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിലും ഇതുപോലെ തന്നെ ഒരു പീകോക്ക് ഡിസൈനാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. അതൊരു വലിയ ഡിസൈനാണ്, നല്ല നീളത്തിൽ തന്നെ ഉണ്ട് ഈ ഒരു ഡിസൈൻ. അത് ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈനാണ് കാലിൻ്റെ അവിടെയും, റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ്റെ അവിടെ, താഴത്തെ ബോട്ടം പോർഷനിൽ അവിടെയും ഇതുപോലെ തന്നെ ഒരു ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ഇതെങ്ങനെയാണ് അതിൻ്റെ പെയിൻറ്റിങ് വരുന്നത് കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതാണ് അതിൻ്റെ പെയിൻറ്റിങ്. ഇങ്ങനെയാണ് പെയിൻറ്റിങ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ വിത്ത് ബോർഡറിൽ ഇതുപോലത്തെ ഒരു ബോർഡർ സാരിയാണ്. ഇത് വിത്ത് ബ്ലൗസ് പീസ് ആട്ടോ വരുന്നത്. ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ തന്നെ ഒരു പീകോക്ക് ഡിസൈൻ ആണ് വരുന്നത്. പിന്നെ ബ്ലൗസിൻ്റെ സ്ലീവിലാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഒരു കുഞ്ഞ് പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. പീകോക്ക് ഇല്ല, പക്ഷേ ഒരു കുഞ്ഞ് പാറ്റേൺ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്ന പാറ്റേൺ. ഇത് സ്ലീവിലും കസവിൻ്റെ ഇതുണ്ട്, അതിൻ്റെ മേളിലായിട്ടാണ് നമ്മൾ ഇതുവരെ സ്ലീവിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് 2500 ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടാകും, ഡിസ്കൗണ്ട് സെയിലാന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാരിക്ക് 2500, അതിൽ വില കുറച്ച് സാരി ഇതുപോലത്തെ മ്യൂറൽ പെയിൻറ്റിങ് സാരീസ് അവൈലബിൾ ആണെന്ന്. പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്, നിങ്ങളെല്ലാവരും ഒരു മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനത്തെ മ്യൂറൽ പെയിൻറ്റിങ് ഉള്ള സാരീസ് എല്ലാം പ്രിൻറ്റഡ് ആയിരിക്കും, ഹാൻഡ് പെയിൻറ്റഡ് ആവത്തില്ല. ഹാൻഡ് പെയിൻറ്റഡ് മ്യൂറൽ പെയിൻറ്റിങ്സ് നിങ്ങൾ വേറെ ഏത് ഇതിൽ നോക്കിയാലും അതിൻ്റെ വില ഇതിൻ്റെയും മേളിലായിരിക്കും. 3000 4000 റുപ്പീസിൻ്റെ ഒക്കെയാണ് സാരീസ് വരുന്നത്. അപ്പോൾ ഇത് ഹാൻഡ് പെയിൻറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. അടുത്ത സാരി ഒരു ബോട്ടിൽ ഗ്രീൻ ബോർഡറും കസവും കൂടെ വരുന്ന ഒരു സാരിയാണ്. ഇതെല്ലാം കോട്ടൺ സാരി കേട്ടോ. ആദ്യം കണ്ടതും കോട്ടൺ ആണ്, ഇതും പ്യുവർ കോട്ടൺ സാരിയാണ്. ഇതിൻ്റെ അകത്ത് ലോട്ടസ് ഡിസൈനാണ്. ഇതും ഹാൻഡ് പെയിൻറ്റഡ് സാരിയാണ്. ഇതിൻ്റെ അകത്തും ഷെയ്ഡിങ്, ലീഫിനും ഫ്ലവേഴ്സിനൊക്കെ ഷെയ്ഡിങ് കൊടുത്തേക്കുന്നത് കാണാൻ വയ്യേ. നല്ല ഭംഗിയിൽ തന്നെ ആ ലീഫിൻ്റെയൊക്കെ ഷെയ്ഡിങ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സാരിയുടെ ഇത് വരുന്നത്. മുന്താണിയിൽ ഇതുവരെ ഹെവി ആയിട്ട് നമ്മൾ
എംബ്രോയ്ഡറി അല്ല, പെയിൻറ്റിങ്, ഹാൻഡ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. മുന്താണി ഫുള്ളും നല്ല വലിയ രീതിയിൽ തന്നെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഡിസൈനിങ് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഒരു കുഞ്ഞ് ബഡ് പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുൾ ലോട്ടസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞെറിഞ്ഞൊടുക്കുമ്പോൾ കവർ ചെയ്ത് പോണ കാരണം ഒരു ബഡിൻ്റെ രീതിയിലാണ് ഇതുപോലെയാണ് നമ്മൾ മുന്താണിയുടെ ഷോൾഡർ പ്ലീറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് 2 ഡിസൈൻ വന്നത്. ഒന്ന് ഷോൾഡർ പ്ലീറ്റിലും ഒന്ന് ചെസ്റ്റിലും. 2 ഡിസൈൻ ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലെ കാണാനുണ്ട് ഫ്രണ്ടിൽ. പിന്നെ ബോട്ടം ലെഗ് പോർഷൻ്റെ അവിടെ ഇതുപോലത്തെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ്, വലുതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലെ തന്നെ ഒരു ലോട്ടസ് ഫ്ലവർ പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്നത്. ഇതുവരെ പടി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ബോട്ടിൽ ഗ്രീൻ, ഒരു നല്ലൊരു കളർ കോമ്പിനേഷനാണ് ബോട്ടിൽ ഗ്രീൻ ആൻഡ് പിങ്ക്. നല്ല ഭംഗിയിൽ തന്നെ അത് വന്നിട്ടുമുണ്ട്. എൻ്റെ ഫ്ലവർ പാറ്റേൺ മുന്താണിയാണ് എൻ്റെ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് മുന്താണിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതും റെഡി ഫോർ സെയിലാണ്, വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1500 ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് അടുത്ത കേരള സാരിയാണ്, കോട്ടൺ കേരള സാരി. അതിൻ്റെ അകത്ത് കസവ് മാത്രമേ ഉള്ളൂ, ബോർഡറിൽ വേറെ കളേഴ്സൊന്നുമില്ല. ഗോൾഡൻ കരയുള്ള കേരള സാരിയാണ്. അത് ഇതുപോലെ ഫേസസ് ആണ് നമ്മൾ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. ഇത് ചെയ്യാൻ കുറച്ചും കൂടെ സമയം എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരേ ലൈൻസും സൂക്ഷിച്ച് വേണം. ഹെയറിൻ്റെ ലൈൻസ്, ഹെയർ ആയാലും ഫേസ് ആയാലും എല്ലാം ചെയ്യാൻ കുറച്ചും കൂടെ നല്ല കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ അത് തെറ്റിപ്പോകും ലൈൻസ് എല്ലാം. അത് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് ഇങ്ങനെ മുന്താണിയിൽ മുന്താണി ഫുള്ളും ഇതുവരെ ഫേസസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലിത് ഇതുപോലെയാണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഞെറിഞ്ഞൊടുക്കുമ്പോൾ 2 സൈഡിലും ചെസ്റ്റിലും ഷോൾഡറിലും ഒരുപോലെ വരുന്ന ഡിസൈനിങ് ആണ്. ഇങ്ങനെ 2 സൈഡിലും ഫുൾ പ്രിൻ്റായിട്ടായിരിക്കും ഞെറിഞ്ഞൊടുക്കുമ്പോൾ വരുന്നത്. ഇത് ഞെറിയെന്ന് പറഞ്ഞാൽ ഇത്രയും വീതിയിൽ നമുക്ക് എന്നായാലും ഞെറിയെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ വരത്തുള്ളൂ. അത് അപ്പോൾ ഉള്ളിലത്തെ പ്ലീറ്റ്സിലും ഈ പറഞ്ഞ ഡിസൈനിങ് എല്ലാം വരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ തന്നെ കാലിൻ്റെ അവിടെ താഴെയും ഉണ്ട് പാറ്റേണിൽ. ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസിൻ്റെ സ്ലീവിലും ഒരു കുഞ്ഞ് പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹാൻഡ് പെയിൻറ്റഡ് സാരീസാണ് ഇന്ന് കാണുന്നതെല്ലാം. എല്ലാം തന്നെ വിത്ത് ബ്ലൗസ് പീസസുമാണ്. ഇങ്ങനെയാണ് കാലിൻ്റെ അവിടെ വരുന്ന ഡിസൈൻ. ഇതാണെങ്കിലും കുറച്ച് നല്ല വീതിയിൽ, നീളമുണ്ട് വീതിയുണ്ട് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കാലിൻ്റെ അവിടെ ഒരു പാറ്റേണേ ഉള്ളൂ എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അത് നല്ല വലുതായതുകൊണ്ട് കാണാൻ അത്രയ്ക്കുണ്ട്. ഒരു കുഞ്ഞ് ഡിസൈൻ ഉള്ളെങ്കിലും അത് കാണാൻ മാത്രമുള്ള ഡിസൈനാണ് കാലിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞിട്ട് ബ്ലൗസിൻ്റെ സ്ലീവിലാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലത്തെ ഒരു ഡിസൈനിങ് ആണ്. ഗോൾഡൻ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഇതുപോലെ ഒരു ഡിസൈനാണ് 2 സ്ലീവിലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1649 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത സാരി പ്യോർ കോട്ടൺ കസവ് സാരി തന്നെയാണ്. അതിൻ്റെ അകത്ത് ടാസിൽസ് ഉണ്ട്. മുന്താണിയിൽ ഇതുപോലെ ടാസിൽസ് കെട്ടിയിട്ടുണ്ട്. നല്ല വീതിയിലുള്ള കസവ്. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ലീവ്സ് ആണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. മുന്താണിയിൽ ഇതുപോലെ വലിയതായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള പോർഷൻ മുഴുവൻ ഫുൾ സാരിയിലും ഇതുപോലെ 3 ലീവ്സ് ആയിട്ടുള്ള ഡിസൈനിങ് ആണ് ഫുൾ സാരിയിലും പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതൊന്നും ഫുൾ സാരിയിൽ ഇതുപോലെ തന്നെ പെയിൻറ്റിങ് പോവുകയാണ്. 1 സൈഡ് ഫുൾ സാരിയിൽ ഇതുപോലെ പെയിൻറ്റിങ് ആണ്. 5.5 മീറ്റർ ഇതുപോലെ പെയിൻറ്റിങ് പോയേക്കുവാണ് പർട്ടിക്കുലർ ഇൻ്റർവെലിന്. പിന്നെ ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. സെയിം ബ്ലൗസ് പീസ് വിത്ത് കസവ്. എന്നിട്ട് അതിൻ്റെ സ്ലീവിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ലീഫിൻ്റെ പെയിൻറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയും വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 949 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 949 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു ടിഷ്യൂ സിൽക്ക് സാരിയാണ്. ടിഷ്യൂ കേരള സാരിയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഇതുപോലെ ചെമ്പരത്തിപ്പൂവിൻ്റെ പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുന്താണിയിൽ ഇതുപോലെ 2 സൈഡിലും നടുക്കുമായിട്ടൊരു ഡിസൈനിങ്. ഇതുപോലെ നല്ല വീതിയിലുള്ള കസവുമാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നല്ല കസവാണ്. പിന്നെ ഫുൾ സാരിയിൽ ഇതുപോലെ പർട്ടിക്കുലർ ഇൻ്റർവെലിന് ഇതുപോലത്തെ ഫ്ലവർ പാറ്റേൺ നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് പെയിൻറ്റിങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഇങ്ങനെ 2 ഡിസൈനും ചെസ്റ്റിൽ ചേർന്ന് 2 ഡിസൈനുമാണ് വന്നിരിക്കുന്നത്. ചെസ്റ്റിൽ 2 ഡിസൈൻ അടുപ്പിച്ചുണ്ട്. ഷോൾഡറിൽ പർട്ടിക്കുലർ ഇൻ്റർവൽ ഗ്യാപ്പിട്ട് തന്നെയാണ് ഡിസൈൻ പോകുന്നത്. ഇത് ഫുൾ സാരിയിൽ ഈ ഗ്യാപ്പിൽ തന്നെ ഈ ഒരു പെയിൻറ്റിങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബ്ലൗസിൻ്റെ സ്ലീവിലാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലത്തെ ഒരു ഈ സെയിം ഫ്ലവർ തന്നെ കുഞ്ഞിതാക്കി നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്നത്. ഇങ്ങനെ ഒരു പെയിൻറ്റിങ് സ്ലീവിൽ ഉണ്ട്. ഈ ഒരു കസവ് നല്ല വീതിയിൽ തന്നെയുണ്ട്. അപ്പോൾ കൈ നിറച്ചും വർക്കും കസവും ആയിരിക്കും സ്ലീവിൽ വരുന്നത്. ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് 989 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സാരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റു കുറച്ച് സാരീസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.